ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന ദൈവിക ആലോചനയ്ക്കായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നു. അനുദിനവും നമ്മോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ ദൈവം, സ്വർഗീയ പിതാവ്, ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ കാതിൽ പറയാൻ പരിശുദ്ധ വചനത്തിൽ നിന്ന് തരുന്ന ആത്മീക ദൂതുകൾക്കായിട്ട് ദൈവത്തെ ഞാനും സ്തുതിക്കുന്നു. തിരുവചനം കേൾപ്പാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ നമ്മെ തേടി വരുന്നതിന്, അത് അയച്ചു തന്ന് നമ്മെ ശക്തീകരിക്കുന്നതിന്, വചനം തന്നും വാക്ക് പാലിച്ചും ഒക്കെ നമ്മെ സൂക്ഷിക്കുന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിച്ച് അതിനകത്തെ ഒരു വാചകം, ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് ആത്മീക ചിന്തയ്ക്ക് വേണ്ടി എടുക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രവചനത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന, പത്രോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു സൂക്തമാണത്. പുരാതന കാലം മുതൽ പ്രവചനം എന്നത് ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ഏറ്റവും അനുഗ്രഹീതമായൊരു മീഡിയയാണ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ഇന്നലകളെ ഓർമ്മപ്പെടുത്തുകയും നാളുകളിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ നയിക്കുമ്പോൾ നമുക്ക് മുന്നറിയിപ്പുകളോ ഉറപ്പുകളോ ഒക്കെ നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ആലോചനകളാണല്ലോ പ്രവചനമായി പുറത്തു വരുന്നത്. പ്രവാചകന്മാർ, പ്രവചനം, ഇതെല്ലാം വേദപുസ്തകത്തിലെ ഒരു പ്രത്യേകതയാണ്. നമ്മളിൽ പലർക്കും പ്രവചനം ഏറ്റവും സന്തോഷകരമാണ്, ഇഷ്ടകരമാണ്. എനിക്കും ദൈവം പ്രവചന ദൂതിലൂടെ ഒറിജിനലായി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ പ്രവചനമായി പറയുന്നത് ഏറെ താല്പര്യമാണ് താനും. 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താലോ മനുഷ്യൻ വ്യാഖ്യാനിച്ചോ മനുഷ്യൻ വായിച്ചോ മനുഷ്യൻ കണക്ക് കൂട്ടിയോ ഒരു തിരക്കഥ രചിക്കുന്നത് പോലെ മുന്നറിവ് കൊണ്ട് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല പ്രവചനം. പിന്നെയോ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ മനുഷ്യൻ ആത്മനിയോഗത്തോടെ ദൈവം പറയുന്നതായി മനുഷ്യനിലൂടെ സംസാരിക്കുന്നതാണ് പ്രവചനമെന്ന് ഈ 2 പത്രോസ് 1:20 എഴുതിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മെക്കുറിച്ച് നമ്മുടെ ഉറപ്പിന് വേണ്ടി, നമ്മുടെ ധൈര്യത്തിന് വേണ്ടി നാം ആടി ഉലയുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ തളരാതിരിക്കാൻ നമ്മൾ ഒരുപക്ഷെ വഴിതെറ്റുമ്പോൾ മുന്നറിയിപ്പായിട്ടൊക്കെ തരുന്നതാണ് ദൈവത്തിൻ്റെ പ്രവചനം. ഇവിടെ പ്രവചനത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഈ വാക്ക് ഇങ്ങനെയാണ്: പ്രവചന വാക്യം അധികം ശ്രദ്ധയായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക വിഷയമുണ്ട് താനും കേട്ടോ. ഞാൻ ഈ സമയത്തൊരു വാചകം എടുക്കാനാണ് ഇതിനകത്തുനിന്ന് ആഗ്രഹിക്കുന്നത്. നേരം വെളുക്കും, ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ആ ഒരു വാക്കാണ് ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ശ്രദ്ധേയമാക്കിയത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, മനുഷ്യ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുക. ഈ ഉദയനക്ഷത്രത്തിനൊക്കെ മീനിങ് ഉണ്ട്. ബൈബിളിൻ്റെ പ്രത്യേകത അതാണല്ലോ. നേരം വെളുക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ് പ്രവചനം. ഇതെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നത്. ഇരുണ്ട സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യന് ഒരു ചെറിയ മെഴുകുതിരി, പണ്ട് കാലത്തൊക്കെ സ്വന്തമായിട്ട് വാഹനമൊന്നുമില്ലാതെ കിലോമീറ്ററുകൾ നടന്ന്, ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട്. രാത്രികൾ വീട്ടിലേക്ക് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ടെക്നിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഏകദേശം 30 മിനിറ്റോളം നടക്കണം. രാത്രിയുടെ ഇരുണ്ട ആ കാലഘട്ടങ്ങളിൽ ഒരു കൈത്തിരി ഉണ്ടായിരുന്നെങ്കിൽ ആ തിരി കൊതിച്ച ഒരല്പം മുനിഞ്ഞു കത്തുന്നൊരു വെളിച്ചം കൊതിച്ച ഇരുട്ടിലൂടെ നടക്കുന്നവനെ അതിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് തെരുവ് വെളിച്ചങ്ങളും
സ്വന്തമായിട്ട് വാഹനവും വീട്ടുമുറ്റത്തു നിന്ന് കയറി വീട്ടുമുറ്റത്ത് ഇറങ്ങത്തക്ക രീതിയിലുള്ള ക്രമീകരണവും ഒക്കെ ഉള്ളപ്പോൾ നമുക്കതൊരു ബാധകമല്ല. പക്ഷെ ആവശ്യപ്പെട്ട കാലം, അനിവാര്യമായിരുന്ന കാലം എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഇരുണ്ട സ്ഥലത്തൂടെ നടക്കുമ്പോൾ കുഴിയും കാടും കുന്നും ഇഴജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥാനത്ത് ഒരു ചെറിയ തിരി, കാൽപാദത്തിൽ അല്പം വെട്ടം കിട്ടാൻ, അതുപോലെയാണ് അതിൻ്റെ സുഖം, അതിൻ്റെ സംരക്ഷണ, അതിൻ്റെ നമുക്ക് ലഭിക്കുന്ന ഒരു ഭീതിജനകമല്ലാത്ത നിലവാരത്തിലെ ഒരു സ്വാന്തനം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. ഇരുണ്ട സ്ഥലത്തൂടെ നടക്കുന്ന ഒരു മനുഷ്യന് വെളിച്ചം, ഒരു ചെറിയ കൈത്തിരിവട്ടം എങ്ങനെയാണോ അങ്ങനെ പ്രവചനത്തെ കരുതുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു. മുമ്പോട്ട് പോകുമ്പോഴൊക്കെ നാളെ എന്താകും, എൻ്റെ ജീവിതം എന്താകും, എൻ്റെ കർത്താവേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ, ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അതൊരു ഇരുണ്ട സ്ഥലത്തൂടെ നടക്കുന്നതിന് തുല്യമാണ്. എന്താകുമെന്നറിയാത്ത, എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാത്ത, ഇനി എത്ര ദൂരം നടക്കണമെന്നറിയാത്തൊരു വെല്ലായ്മയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇരുണ്ട സ്ഥലത്തൂടെ നടക്കുക. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പ്രകാശനമാണ് പ്രവചനം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്നെ ദൈവം മാനിക്കും, നിൻ്റെ ശുശ്രൂഷയെ, നിൻ്റെ സന്തതിയെ, നിൻ്റെ ആയുസ്സിനെ, നിൻ്റെ ആരോഗ്യത്തോടെ ഒരു നിന്ദാപാത്രമായി തീരത്തില്ല എന്ന് ഒന്നിലധികം ആളുകളിലൂടെ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രവചനം എന്ന കൈത്തിരി. ഇന്ന് നിങ്ങൾ ഓർത്തു നോക്കി, എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും ഈ കൈത്തിരി, ദൈവം പറഞ്ഞിരിക്കുന്ന വാക്ക്, അത് ഓർത്തോളണം. അതൊരു ചെറിയ പ്രകാശമാണ്. അതല്ല, അതിനപ്പുറം ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഉദയനക്ഷത്രം ഹൃദയത്തിൽ ഉദിക്കുക, അത് ഒരു പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് പോലത്തെ പ്രതീക്ഷ വേറെ ലോകത്തിലൊരു പുസ്തകം നമുക്ക് തരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുക. എന്നതിനെ ചില ക്രോഡീകരിച്ചെഴുതിയിരിക്കുക, ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചവർ. ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ച ഇല്ലേ? ഈ പരസ്യ കമ്പനിക്കാരോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പരസ്യം, അത് ഒരുപാട് പേരുടെ വായിൽ തത്തിക്കളിച്ചതാണ്. ഹൃദയത്തിൽ ലഡുപൊട്ടി എന്നൊരു വാക്ക് ഒരു പരസ്യ കമ്പനിക്കാരുടെ ഒരു വാചകമാണ്. അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇരുണ്ട് കിടക്കുക, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് ദൈവം ഒരു വാക്ക് പറയുന്നത്, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ, നമ്മൾ പറയാറില്ലേ, വാലല്ല തലയാക്കും, ഞാൻ നിൻ്റെ കാല് പോലും കല്ലിൽ തട്ടിപ്പോകാതെ എൻ്റെ ഉള്ളം കൈയിൽ നിന്നെ താങ്ങും, ഞാൻ നിൻ്റെ മുമ്പിൽ വലുതും വിശാലമായ വാതിൽ തുറക്കും, നിൻ്റെ മുമ്പിലെ ദുർഘടങ്ങളെ ഞാൻ നേരെയാക്കും എന്നൊക്കെയാണല്ലോ പ്രവചനങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നക്ഷത്രം ഉദിക്കൽ. ഈ വാക്യത്തെ ഞാൻ അതുപോലെ വ്യാഖ്യാനിക്കുകയല്ല കേട്ടോ. ഈ വാക്യത്തിന് ഭാവികാല രൂപേണ നല്ല അർത്ഥമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരല്പസമയം ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ഇതുപോലത്തെ ഒരു കൊച്ചു പ്രസംഗത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പോയിരിക്കുമ്പോൾ ഒരു 10-45 മിനിറ്റ് ഒരു ദൈവദാസൻ ഒരു ബൈബിളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൂടെയോ നിങ്ങൾ ടി വിയിലോ മറ്റൊരു മീഡിയയിലോ കേൾക്കുന്ന ഒരു ചെറിയ ആത്മീക സന്ദേശത്തിലൂടെയോ നിങ്ങളുടെ മനസാക്ഷിയോടും നിങ്ങളുടെ അകത്തെ മനുഷ്യനോടും നിങ്ങളുടെ ജീവിതത്തോടും സംസാരിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്നും അതിന് ആയിരക്കണക്കിന് തെളിവുകൾ സമ്മാനിച്ചൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിളെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്നറിയാതെ ഇരുണ്ട സ്ഥലത്ത് കിടക്കുന്ന ഒരു മനുഷ്യനെന്ന സ്ഥിതിക്ക് അവരുടെ ഹൃദയത്തിനകത്ത് നക്ഷത്രം ഉദിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദൂതുകൾ. പ്രിയപ്പെട്ടവരെ, കാര്യം നടക്കാൻ ഒരല്പം കൂടി താമസിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചിട്ടുണ്ടോ? എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നെ കൈവിടില്ലെന്ന്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും മറക്കില്ലെന്ന്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്ന്. അത് ദൈവം വചനത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിലുപരി നമ്മളോട് പറയുന്ന
ഒരന്തരീക്ഷമുണ്ട്. അതിന് യോഗത്തിൽ പോകണം, അതിന് വചനം കേൾക്കണം, അതിന് ദൈവദാസന്മാരുമൊക്കെ കേട്ട് സമ്പർക്കം ഉണ്ടാകണം, ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കണം, ദൈവശബ്ദം പ്രതീക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലല്ലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ദൈവികമായൊരു സമ്പർക്കം പുലർത്തി പോരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നക്ഷത്രം ഉദിക്കും. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചാൽ പിന്നെ ഒത്തിരി താമസിയാതെ നേരം വെളുക്കും, അഥവാ കാര്യം നടക്കും, ഇരുട്ട് മാറും, പ്രശ്നങ്ങൾ വെളിച്ചത്തിൽ വരും, അതിന് പരിഹാരം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ശുഭത നേരുന്നു. ഈ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം തൻ്റെ വചനത്തിലൂടെ, തൻ്റെ ആലോചനയിലൂടെ, തൻ്റെ സ്നേഹത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ നക്ഷത്രങ്ങളെ ഉദിപ്പിക്കട്ടെ. വൻകിട പ്രതീക്ഷകൾ നൽകട്ടെ. നിരാശ മാറിപ്പോട്ടെ. പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഉദിക്കട്ടെ. അങ്ങകലെ തലയ്ക്കുമീതെ ആകാശത്ത് വൈകുന്നേരം ഉദിക്കുന്ന 1000 നക്ഷത്രേക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നക്ഷത്രം ഉദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചവൻ്റെ ആ വലിയ സന്തോഷവും ശോഭയും നിങ്ങളുടെ മുഖത്ത് പ്രകാശിക്കട്ടെ. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ആൾ മാറിയവരെ പോലെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വചനത്തിന് ഞങ്ങളുടെ മേലുള്ള സ്വാധീനത, ഞങ്ങളുടെ വചനം കൊണ്ട് ഞങ്ങളുടെ മേലുള്ള അപാരമായിരിക്കുന്ന സ്പർശനം, അത് നിമിത്തം ഞങ്ങളുടെ ഹൃദയത്തിനുണ്ടാകുന്ന നക്ഷത്രമുദിക്കൽ, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ നക്ഷത്രം ഉദിച്ചവരായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ അനുവദിക്കണം. ഇരുട്ട് മാറണം, നേരം വെളുക്കണം, നന്മ വരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.